എല്ലാവർക്കും വീണ്ടും സത്സംഗ് വിത്ത് ഋഷിയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മൾ ഒരുപാട് പ്രയേഴ്സും ഒരുപാട് പ്രോസസ്സുകളുമാണ് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ വീണ്ടും ടെക്നിക്സിലേക്ക് കടന്നു വരികയാണ്. എല്ലാവരും ചോദിച്ചു തുടങ്ങി ടെക്നിക്സ് ഒന്നും ഇടുന്നില്ലേ. അപ്പോൾ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഞാൻ പേഴ്സണലി ചെയ്തുകൊണ്ടിരിക്കുന്ന എപ്പോഴും ചെയ്യുന്ന ഇനിയും ചെയ്യാൻ പോകുന്ന ടെക്നിക്കാണ്. അതാണ് വിഷൻ ബോർഡ്. പല ആൾക്കാരും വിഷൻ ബോർഡ് എഴുതുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, റിസൾട്ട് ഇല്ല. എന്തുകൊണ്ടാണ്? വിഷൻ ബോർഡ് കറക്റ്റായ രീതിയിൽ ഉപയോഗിക്കാൻ പലർക്കും അറിയില്ല. വിഷൻ ബോർഡ് എങ്ങനെ കറക്റ്റായിട്ട് ഉപയോഗിക്കാം, എങ്ങനെ ഒരു വിഷൻ ബോർഡ് തയ്യാറാക്കാം, ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഈ വിഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ആഗ്രഹം, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അല്ലേ? നമുക്ക് ഇഷ്ടം പോലെ ആഗ്രഹങ്ങളുണ്ട്. നമ്മുടെ ലൈഫിൽ നടക്കേണ്ടതായിട്ടുള്ള ഒരുപാട് ആഗ്രഹങ്ങളും എയിംസും മറ്റുള്ളവർക്ക് മേൽ നമുക്കുള്ള ആഗ്രഹങ്ങൾ ഇതെല്ലാം ഉണ്ടല്ലേ? മറ്റുള്ളവർക്ക് നന്നാവണം എന്ന് ആഗ്രഹിച്ചുള്ള നമ്മുടെ എക്സ്പെക്ടേഷൻസ്, അതാണല്ലോ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അമ്മയാണെങ്കിൽ മകന് നല്ലത് വരണേ എന്നൊരു ആഗ്രഹം ഉണ്ടാവും. അപ്പം അങ്ങനെ പല 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 ആഗ്രഹങ്ങൾ ഉണ്ടാവാം. മക്കളുടെ പഠിത്തം അങ്ങനെയൊക്കെ ഉണ്ടാവാം. ഈ ആഗ്രഹങ്ങൾ സത്യത്തിൽ എന്താണ്? എല്ലാ ആഗ്രഹങ്ങളും നമ്മളുടെ മൈൻഡിൽ വരുന്ന ഒരു പിക്ചറാണ്. ഒരു വീടാണെങ്കിലും ഒരാളുടെ മനസ്സിലാണ് ആദ്യം ഉണ്ടാകുന്നത് അല്ലേ? ആ മനസ്സിലുണ്ടായി കഴിഞ്ഞിട്ടാണ് അത് മെറ്റീരിയലായി മാറുന്നത്, മെറ്റീരിയലൈസ് ചെയ്യുന്നത്. അപ്പൊ അതേപോലെ നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം ഒരു ചിത്രമാണ്. എല്ലാ ആഗ്രഹങ്ങളും ഓരോ ചിത്രങ്ങളാണ്. ഇതാണ് വിഷൻ ബോർഡിന്റെ ബേസിസ്. ഈ വിഷൻ ബോർഡ് നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ, വീട് വെക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവാം, റിലേഷൻഷിപ്പ് വളരെ സ്മൂത്ത് ആകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവാം, ഫാമിലിയിൽ ഹാർമണി ഉണ്ടാകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവാം, ഒരുപാട് പണം വരണം എന്ന ആഗ്രഹം ഉണ്ടാവാം. ഇതെല്ലാം ഓരോ പിക്ചേഴ്സാണ്. വീടിന്റെ ഒരു പിക്ചർ എന്താണ്? വീട് വെക്കണം എന്നുള്ളത് ഒരു പിക്ചറാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ നെറ്റിൽ പോവുക, നിങ്ങൾ സെർച്ച് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീട്. അത് ചിലപ്പോൾ 2 നിലകളുള്ള വീടാവാം, വളരെ മഡ് ഹൗസ് ആയിരിക്കാം, വളരെ എന്താ പറയുക മോഡേൺ ആയിട്ടുള്ള രീതിയിലുള്ള വീടാവാം. എന്താണെങ്കിലും നിങ്ങളത് അങ്ങനെയുള്ള വീടിന് നിങ്ങളുടെ ഇഷ്ടത്തിന് സിമിലർ ആയിട്ടുള്ള വീട് സെർച്ച് ചെയ്യുക, ആ പിക്ചർ എടുക്കുക, ഡൗൺലോഡ് ചെയ്ത് വെക്കുക, അത് പ്രിന്റ് എടുക്കുക. എന്ത് പ്രിന്റ്? കളർ പ്രിന്റ് എടുക്കുക. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ പ്രിന്റുകൾ. ഇപ്പൊ ഒരു പണം വേണം, ജീവിതത്തിൽ ഒരുപാട് പണം വേണം. അപ്പൊ പണം, ക്യാഷിന്റെ പടം, റിലേഷൻഷിപ്സ്, നിങ്ങളുടെ തന്നെ ഫാമിലി വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു ഫോട്ടോ. ഇങ്ങനെയുള്ള ചെറിയ ഫോട്ടോകൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എടുക്കുക. എന്നിട്ട് ഒരു വലിയ ചാർട്ട് പേപ്പർ എടുക്കുക. ഈ ചാർട്ട് പേപ്പറിനകത്ത് ചെറിയതായിട്ട് നിങ്ങളുടെ ഓരോ കാര്യങ്ങളും കാണത്തക്ക രീതിയിൽ, അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കുക. ഇതാണ് വിഷൻ ബോർഡ്. ഇതാണ് ഫസ്റ്റ്. ഇത് ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ 70% പണി കഴിഞ്ഞു. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് അഫർമേഷൻസ് എഴുതാം. അഫർമേഷൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? നിങ്ങൾക്കിപ്പോൾ ഐ ആം ഹാപ്പി, മൈ റിലേഷൻഷിപ്പ് ഇസ് ഗുഡ്, എൻ്റെ ബന്ധം, എൻ്റെ റിലേഷൻഷിപ്സ് വളരെ നല്ലതാണ്, എന്നിലേക്ക് പണം ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നു, എനിക്ക് അതിമനോഹരമായ ഒരു വീടുണ്ട്. പ്രസന്റ് മൊമെന്റിൽ അഫർമേഷൻസും ഇടയ്ക്ക് എഴുതാം, നിർബന്ധമില്ല, പിക്ചർ ഒട്ടിച്ചാലും മതി. ഇതാണ് വിഷനാണ്. വിഷൻ എന്ന് കാണുക. അഫർമേഷൻ എഴുതണമെന്ന് നിർബന്ധമില്ല, എഴുതിയാൽ നല്ലത്. എഴുതിയില്ലെങ്കിലും ഒന്നുമില്ല, നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എഴുതിയില്ലെങ്കിലും ഒന്നുമില്ല. ഇങ്ങനെ എഴുതി ചാർട്ട് പേപ്പറിൽ ഒട്ടിക്കുക. നമ്മൾ സ്കൂളിലൊക്കെ പല അസൈൻമെന്റുകളും ചെയ്തതുപോലെ ചാർട്ട് പേപ്പറിൽ ഒട്ടിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കാണത്തക്ക ഒരു സ്ഥലത്ത്, നിങ്ങൾ കാണത്തക്ക, നാട്ടുകാരെല്ലാം വന്ന് കാണുന്ന സ്ഥലത്തല്ല, നിങ്ങളുടെ സ്വകാര്യമായിട്ടുള്ള ഒരു സ്പേസിൽ ഒട്ടിച്ചു വെക്കുക. നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ അതായിരിക്കും കാണേണ്ടത്. മനസ്സിലായോ? ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊരു മോട്ടിവേറ്റഡ് ആണ്. മോട്ടിവേഷൻ പെട്ടെന്ന് വരാൻ വേണ്ടിയാണ് അഫർമേഷൻ എഴുതുന്നത്, അല്ലാതെ ഇതിനകത്ത് അഫർമേഷൻ്റെ യാതൊരു ആവശ്യമില്ല. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും നമ്മൾ നോക്കുക, ഫീൽ ചെയ്യുക. നോക്കുമ്പോൾ എന്താ നമ്മൾ ചെയ്യുക?
വെറുതെ നോക്കി, ഇതാണ് തെറ്റ് പറ്റുന്നത് വിഷൻ ബോർഡിൽ. വെറുതെ നോക്കും, എല്ലാം നോക്കും. അങ്ങനെ നോക്കിയിട്ടൊന്നും കാര്യമില്ല. നമ്മൾ നോക്കുമ്പോൾ നോക്കേണ്ടതുപോലെ നോക്കണം. വേറൊരു സൂഫി ഗാനമുണ്ട് ഇതേപോലെ. നോക്കേണ്ടതുപോലെ നോക്കുമ്പോൾ എങ്ങനെയാണ്, അതായത് ഫീൽ ചെയ്തുകൊണ്ട് നോക്കുക, കണ്ണുകൾ അടച്ചുകൊണ്ട് നോക്കുക, കാണുക. ആദ്യം വിഷൻ ബോർഡ് നോക്കുക, പിന്നെ കണ്ണടച്ചും കൂടെ ആ വിഷൻ ബോർഡ് കാണുക. ഈ പ്രോസസ്സ് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഈ ചാർട്ട് പേപ്പർ ഒട്ടിച്ചു വെക്കുക. ഒട്ടിച്ചു വെച്ചതിന് ശേഷം, എല്ലാവർക്കും ഈ ചാർട്ട് പേപ്പർ ഒട്ടിച്ചു വെക്കാനൊന്നും പറ്റത്തില്ല. ചില ആൾക്കാർ ട്രാവൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിഷൻ ബോർഡിന്റെ ആപ്സ് കിട്ടും. ഈ ആപ്സിനകത്ത് നിങ്ങൾ ഈ പടം കയറ്റുക, അപ്പോൾ ഒരു വിഷൻ ബോർഡ് ആവും. നിങ്ങളത് വാൾപേപ്പർ ആയിട്ട് അങ്ങ് ഇടുക, തീർന്നു. നിങ്ങളുടെ ഫോൺ നാട്ടുകാരൊന്നും വന്ന് നോക്കത്തില്ലല്ലോ, നിങ്ങൾ മാത്രമല്ലേ നോക്കുള്ളൂ, അല്ലേ? അപ്പോൾ അങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് ഇത് ഒട്ടിച്ചു വെക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ ഒട്ടിച്ചു വെച്ച് തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്, ഓരോരുത്തർക്കും ഓരോ ലൈക്കിംഗ് ആണ്. എൻ്റെ ഇഷ്ടമല്ല വേറൊരാളുടെ ഇഷ്ടം, അല്ലേ? അപ്പോൾ ഓരോരുത്തരുടെ ഇതനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം നമ്മൾ എല്ലാ ദിവസവും ഇത് കാണുമ്പോൾ, ഒട്ടിച്ചു വെച്ചിരിക്കുകയാണെങ്കിലും ഇത് നോക്കുന്ന സമയത്തോ, ആദ്യം നോക്കുന്ന സമയത്ത് നമ്മൾ കണ്ണുകൾ അടച്ചുകൊണ്ട് ഇതൊന്ന് നമ്മളുടെ കണ്ണിൻ്റെ മുമ്പിൽ നടക്കുന്നത് വിഷ്വലൈസ് ചെയ്യുക. മനസ്സിലായോ? വിഷ്വലൈസ് ചെയ്യുക. ഒരു യാത്ര പോകുന്നു സ്വിറ്റ്സർലാൻഡിലേക്ക്, അത് വിഷ്വലൈസ് ചെയ്യുക. എയർപോർട്ടിൽ പോകുന്നു, എല്ലാം ക്ലിയർ ചെയ്യുന്നു, ഫ്ലൈറ്റിൽ കയറുന്നു, ഫ്ലൈറ്റിൽ നല്ല ഭക്ഷണം കഴിക്കുന്നു, സ്വിറ്റ്സർലാൻഡിലെത്തുന്നു, അവിടുത്തെ ശൈത്യം, അവിടുത്തെ ആ ഒരു ക്ലൈമറ്റ്, അവിടുത്തെ സീനറീസ് എല്ലാം കാണുക. മനസ്സിലാവും? ഇങ്ങനെയാണ് വിഷ്വലൈസ് ചെയ്യുന്നത്. എന്ത് പറ്റും? ഇത് ഇങ്ങനെ കേൾക്കുമ്പോൾ ഇതെങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ നടക്കും, അങ്ങനെ വിചാരിക്കുന്നവർക്ക് ഇതൊരു കോൺഫിഡൻസ് ടെക്നിക്കായിട്ട് ഉപയോഗിക്കാം. നിങ്ങളുടെ ഗോൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുമ്പോൾ നമുക്ക് ഗോൾ അച്ചീവ് ചെയ്യാനുള്ള കൂടുതൽ ഒരു മോട്ടിവേഷൻ കിട്ടും, ഒരു പുഷ് കിട്ടും. അത് സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആണ്, അല്ലേ? നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ഗോളിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് അത് അച്ചീവ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ നമ്മുടെ ഉള്ളിൽ നിന്ന് വരും. ദിസ് സയൻറ്റിഫിക്. നിങ്ങൾ വേറെ ഞാൻ പറഞ്ഞ കാര്യമൊന്നും വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങളത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ലോ ഓഫ് അട്രാക്ഷൻ വിശ്വസിക്കാത്തവർക്കും ഇത് ഉപയോഗിക്കാം. മനസ്സിലായോ? അപ്പോൾ പതിയെ നിങ്ങൾ കണ്ടു തുടങ്ങും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഇത് നിങ്ങൾ ഒരു ആഗ്രഹമൊന്നല്ല. നമ്മൾ ബാക്കി ടെക്നിക്സിൻ്റെ ഒക്കെ ഒരു ലിമിറ്റേഷൻ എന്താണ്? ഒരാഗ്രഹം ഒക്കെ ആയിരിക്കും. ഇതിനകത്ത് നമ്മൾ തിരിക്കാം. ഇതിനകത്ത് ഇപ്പോൾ കരിയർ, ഹെൽത്ത്, റിലേഷൻഷിപ്സ് എന്ന് പറഞ്ഞ് തരം തിരിച്ച് അതിനകത്ത് പിക്ചേഴ്സ് വെക്കാം. മനസ്സിലായോ? എൻ്റെ ഒരു ഫ്രണ്ടിനുണ്ടായിരുന്ന ഒരു ആഗ്രഹം, ഒരു വലിയൊരു ആക്ടറിനെ, ബോളിവുഡ് ആക്ടറിനെ മീറ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു. അപ്പോൾ വിഷൻ ബോർഡിൽ അയാളുമായിട്ട് എന്താ പറയുക, അവൻ്റെ ഒരു പിക്ചർ, പുള്ളിയുടെ ഒരു പിക്ചർ രണ്ട് ചേർത്ത് ഒട്ടിച്ച് വെച്ചിരുന്ന് അവസാനം മീറ്റ് ചെയ്തു. മനസ്സിലായി? അപ്പോൾ ഇത് വിശ്വസിച്ച് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യും. ഇഫ് യു തിങ്ക്, ഇഫ് യു സീ, ഇഫ് യു ഫീൽ, ഇറ്റ് വിൽ മാനിഫെസ്റ്റ്. മനസ്സിലായില്ലേ? അപ്പോൾ വിശ്വാസം ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വിശ്വാസം മാത്രം പോരാ, അതിൻ്റെ കൂടെ ആക്ഷനും കൂടെ വേണം. വെറുതെ വീട്ടിൽ ഇരുന്നതെല്ലാം ചെയ്തിട്ട് ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ യാതൊരു പ്രയോജനമില്ല. അത് അന്ധവിശ്വാസമായി മാറും, അല്ലേ? വിശ്വാസം ബാക്ക്ഡ് ബൈ പ്രാക്ടിക്കാലിറ്റി. വിശ്വാസം പ്ലസ് പ്രവൃത്തി ഇല്ലെങ്കിൽ യാതൊന്നും നടക്കാൻ പോകുന്നില്ല, അല്ലേ? അപ്പോൾ നമ്മുടെ മുമ്പിൽ ഓപ്പർച്യൂണിറ്റി വരും, നമ്മൾ പ്രവർത്തിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ഒന്നും നടക്കാൻ പോകുന്നില്ല, അല്ലേ? പ്രവൃത്തിയാണ് ഇമ്പോർട്ടൻറ്റ്. പ്രവൃത്തി ചെയ്യുന്നവന് ഗ്രേസ് ഉണ്ടാവും, പ്രവൃത്തി ചെയ്യാത്തവന് ഗ്രേസ് ഉണ്ടാവില്ല. അതിന് യാതൊരു ഇത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇതാണ് നിയമം. അപ്പോൾ നിങ്ങളിതെല്ലാവരും ചെയ്യുക. നമ്മൾ പറഞ്ഞു ലോ ഓഫ് അട്രാക്ഷൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ് വിഷൻ ബോർഡ്. അപ്പോൾ ഈ വിഷൻ ബോർഡ് നിങ്ങൾ ഉണ്ടാക്കുക. നിങ്ങൾ ഒന്നുകിൽ ഓൺലൈൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഓഫ്ലൈൻ ഒട്ടിച്ചു വെക്കുക. എല്ലാവരും ചെയ്യുക. പ്രത്യേകിച്ച് ന്യൂ ഇയറിൽ നിങ്ങൾക്ക് ഷോർട്ട് ടേം ഗോൾസ് എഴുതാം, ലോങ് ടേം ആയിട്ടുള്ള ഗോൾസ് എഴുതാം. നിങ്ങളുടെ ഇഷ്ടമാണ് എന്ത് ചെയ്യണം എന്നുള്ളത്, നിങ്ങളുടെ ഇഷ്ടമാണ്. ഒരുപാട് ആപ്സ് പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് അങ്ങനെ ചെയ്യാം. പക്ഷെ നിങ്ങൾ ഒരു ദിവസം ഒരു സമയത്തെങ്കിലും നിങ്ങളിത് വിഷ്വലൈസ് ചെയ്യണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കത് ചെയ്തതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. മനസ്സിലായില്ല? അങ്ങനെയാണ് നാട്ടുകാർക്കെല്ലാം പോയി വിഷൻ ബോർഡ് ഒട്ടിച്ച് വെച്ചിരുന്നാൽ പോലെ. ആരാണോ ഇത് ചെയ്യുന്നത് അവർക്കാണ് ഈ പറയുന്നത് പോലെ ചെയ്യുക. പറയുന്നത് പോലെ ചെയ്യുമ്പോൾ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും.
കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഒരു ദിവസം ചെയ്തിട്ട് പിറ്റേന്ന് അടുത്ത വർഷമല്ല ചെയ്യേണ്ടത്. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മളുടെ ആഗ്രഹങ്ങൾ എല്ലാം സെൽഫിഷ് എയിം അല്ലാതെ മറ്റുള്ളവരെ ഹാം ചെയ്യാത്ത ആഗ്രഹങ്ങളായിരിക്കണം. പണം ആഗ്രഹിക്കുമ്പോൾ ആ പണം മറ്റുള്ളവരെ സഹായിക്കാനും കൂടി ഉള്ളതാണെന്നുള്ള തിരിച്ചറിവിൽ ആഗ്രഹിക്കുക, അല്ലെങ്കിൽ അത് വരത്തില്ല നിങ്ങളിലേക്ക്. അപ്പോൾ അങ്ങനെ നമ്മളിലേക്ക് ആ നന്മയും കൂടെ കൊണ്ടുവരണം. ആ നന്മ ഇല്ലെങ്കിൽ ഇതൊന്നും വർക്കാവില്ല. നന്മയുള്ളിടത്ത് ഗ്രേസ് ഉണ്ടാവുള്ളൂ. അല്ലാതെ നമുക്ക് കാർമികമായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ വരും, പണവും കാര്യങ്ങളൊക്കെ, അതിനെക്കുറിച്ചല്ല. ഇത് കാർമികല്ല നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മളിവിടെ ചെയ്യുന്നത് കോൺഷ്യസ് എഫേർട്ടാണ്, ബോധപൂർവമുള്ള മാനിഫെസ്റ്റേഷനാണ്. അപ്പോൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഇന്ന് കാര്യങ്ങളെല്ലാം ഡൗൺലോഡ് ചെയ്ത് ഇന്നെല്ലാം റെഡിയാക്കി നാളെ തന്നെ ഇത് ചെയ്യുക. എപ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഇത് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. വിഷൻ ബോർഡിനെ പറ്റി ഒരു പ്രത്യേക ക്ലാസ് കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരിക്കും ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ. അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യുക. ഫ്രീ ക്ലാസ് ആയിരിക്കും. വിഷൻ ബോർഡിൻ്റെ എല്ലാ ഡൗട്ട്സും നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട്, അതുകൊണ്ടാണ് കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ പറഞ്ഞത്, അതിനുള്ള ഡൗട്ട്സും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി. താങ്ക് യു.